നമസ്കാരം. ആൻസർ പ്ലീസിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞുള്ള ആദ്യ അഭിമുഖം. ആ അഭിമുഖത്തിന് ഞങ്ങൾ തിരഞ്ഞെടുത്തത് ഈ തെരഞ്ഞെടുപ്പിൽ പുതിയ ചരിത്രം എഴുതിയ രാഷ്ട്രീയ നേതാവിനെയാണ്. BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ 24-നോടൊപ്പം ചേരുന്നു. സ്വാഗതം കെ എസ്. അങ്ങനെ മുഖത്ത് വളരെ സന്തോഷമാണ്, ഒരു പക്ഷേ സമീപകാലത്ത് കാണാത്ത സന്തോഷം. നിശ്ചയമായും അത് BJPയുടെ വിജയം കൊണ്ടാണെന്ന് ഞങ്ങൾക്ക് അനുമാനിക്കാം. ഈ ഒരു വിജയം സംസ്ഥാന അധ്യക്ഷൻ എന്നുള്ള നിലയിൽ അങ്ങ് പ്രതീക്ഷിച്ചിരുന്നു? തീർച്ചയായിട്ടും ഞാനൊരു 3 സീറ്റ് നിശ്ചയമായും വിജയിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. തൃശ്ശൂരിലും തിരുവനന്തപുരത്തും ആറ്റിങ്ങലിലും ഞങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കുമെന്നുള്ള ഉറച്ച പ്രതീക്ഷ ഉണ്ടായിരുന്നു. അത് ഫലം വന്നപ്പോൾ അത് ബോധ്യമായി. കാരണം വെറും 15,000 വോട്ടിനാണ് തിരുവനന്തപുരത്തും ആറ്റിങ്ങലിലും BJP സ്ഥാനാർത്ഥികൾ പരാജയപ്പെട്ടത്. ഉജ്ജ്വലമായിട്ടുള്ള വിജയം തൃശ്ശൂരിൽ ഉണ്ടാവുകയും ചെയ്തു. വോട്ടിംഗ് ശതമാനം ഒരു 20% കടക്കുമെന്നുള്ള വിലയിരുത്തലാണ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ താഴെ തലത്ത് നിന്ന് ഞങ്ങൾ സമാഹരിച്ച ഞങ്ങളുടെ കണക്കുകൾ, ഞങ്ങളുടെ പാർട്ടിയുടെ സംസ്ഥാന നേതൃയോഗം ചേർന്ന് ഓരോ ലോക്സഭാ മണ്ഡലത്തിലെയും പണ്ടൊക്കെ CPM ചെയ്യുന്നത് പോലെ താഴെ തലത്തിൽ ഞങ്ങൾ ബൂത്തുകളിൽ നിന്ന് സമാഹരിച്ച കണക്കുകളും അത് കഴിഞ്ഞ് ഞാൻ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം അത് വിശദമായിട്ട് വിലയിരുത്തിയപ്പോൾ ഏതാണ്ട് ഒരു +or -2% വ്യത്യാസമേ എല്ലാ മണ്ഡലങ്ങളിലും ഉണ്ടായിട്ടുള്ളൂ. CPIMന്റെ ഒരു സംഘടനാ ശൈലി, തെരഞ്ഞെടുപ്പ് മാനേജ്മെന്റ് പണ്ട് കാലത്ത് CPM മാത്രമായിരുന്നു അങ്ങനെ ചെയ്തിരുന്നത്. ഓരോ ബൂത്തിൽ നിന്നും എത്ര വോട്ട് കിട്ടും എന്നതിൻ്റെ കണക്കിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു കണക്ക് അവർ അവതരിപ്പിച്ചിരുന്നു. പല തെരഞ്ഞെടുപ്പുകളിലും അത് ശരിയായിരുന്നു. പക്ഷെ ഇത്തവണ ഞങ്ങൾ ഏറ്റവും വലിയ വിജയമായിട്ട് കാണുന്നത് ഞങ്ങൾക്ക് എത്ര ലക്ഷം വോട്ട് കിട്ടും, ഓരോ ലോക്സഭാ മണ്ഡലത്തിലും എത്ര വോട്ട് കിട്ടും എന്നുള്ളതിനെ സംബന്ധിച്ച് ഞങ്ങളുടെ പാർട്ടി പ്രവർത്തകർ നൽകിയ കണക്ക് ഞാൻ പറഞ്ഞല്ലോ. അത് ചില സ്ഥലങ്ങളിൽ ഒരു 2% കുറഞ്ഞിട്ടുണ്ട്, ചില സ്ഥലങ്ങളിൽ 2% കൂടിയിട്ടുണ്ട്. 2-3% അത് പോയിട്ടേ ഇല്ല. ഈ തൃശ്ശൂരിൽ ഇത്രമേൽ വലിയ വിജയം കേസ് പ്രതീക്ഷിച്ചിരുന്നു? തീർച്ചയായിട്ടും. എനിക്ക് ആ പ്രചരണത്തിൻ്റെ ആദ്യഘട്ടം മുതൽക്കും അതിനു മുമ്പ് ഒരു 6 മാസം മുമ്പ് തന്നെ അവിടുത്തെ വോട്ടർമാർക്കിടയിൽ ശ്രീ സുരേഷ് ഗോപിക്ക് അനുകൂലമായിട്ടുള്ള ഒരു തരംഗം, പ്രത്യേകിച്ച് സ്ത്രീ വോട്ടർമാർക്കിടയിൽ. മറ്റൊന്ന് യുവാക്കളുടെ വോട്ട് 2 മുന്നണികളെയും അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ ഞങ്ങൾക്കാണ് തൃശ്ശൂരിൽ കിട്ടിയിരിക്കുന്നത്. എല്ലാ വിഭാഗം ജനങ്ങളുടെയും വോട്ട് കിട്ടിയെന്നുള്ളതാണ് തൃശ്ശൂരിലെ ഏറ്റവും വലിയൊരു പ്രത്യേകതയായിട്ട് ഞാൻ കാണുന്നത്. ഈ ക്രൈസ്തവ വോട്ട് വളരെ കാര്യമായി ഇപ്രാവശ്യം BJPയുടെ പെട്ടിയിൽ രണ്ട് പോയിന്റുകളാണ് അതിൽ. ഒന്ന്, ക്രൈസ്തവ സമൂഹം സുരേഷ് ഗോപി തോൽക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു നെഗറ്റീവ് വോട്ടിംഗ് നടത്തിയില്ല, അല്ലെങ്കിൽ ഒരു പോളറൈസേഷൻ അവിടെ ഉണ്ടായില്ല. ആരെങ്കിലും അതിനുവേണ്ടി ശ്രമിച്ചോ എന്ന് എനിക്കറിയില്ല. പക്ഷെ അങ്ങനെ ഒരു തോൽപ്പിക്കാൻ വേണ്ടിയുള്ളൊരു പോളറൈസേഷൻ എവിടെയും ഞങ്ങൾ കണ്ടിട്ടില്ല. ഈ തൃശ്ശൂരിലെ വിജയത്തെ നമ്മൾ ഒറ്റ വാക്കിൽ പറയുമ്പോൾ തൃശ്ശൂരിലെ വിജയം സുരേഷ് ഗോപിയുടെ വിജയമാണോ BJPയുടെ വിജയമാണോ? സുരേഷ് ഗോപി എന്നുള്ള സ്ഥാനാർത്ഥിയുടെ വിജയവും അതോടൊപ്പം പാർട്ടിയുടെ ശക്തമായിട്ടുള്ള തയ്യാറെടുപ്പിൻ്റെ വിജയവുമാണ്. തീർച്ചയായിട്ടും സുരേഷ് ഗോപി എന്നുള്ള ഒരു വ്യക്തിക്ക് ലഭിച്ച വലിയൊരു പിന്തുണ അതിനൊരു ഘടകമാണ്. അതേസമയം അവിടെ പാർട്ടി സംവിധാനം നിങ്ങളാരും കാണാത്ത അല്ലെങ്കിൽ പുറം ലോകം അറിയാത്ത വലിയ പരിശ്രമങ്ങൾ അവിടെ നടന്നിട്ടുണ്ട്. 56,000 പുതിയ വോട്ടർമാരെ അവിടെ ചേർത്തിട്ടുണ്ട്. ഞങ്ങൾ ഒരു പാർലമെൻറ്റ് മണ്ഡലത്തിലും അത്രയും വോട്ടർമാർ. ഞാൻ ആ ജില്ലാ ഘടകത്തെ ഞങ്ങൾ എല്ലാ പാർലമെൻറ്റ് മണ്ഡലങ്ങളിലും വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ക്യാമ്പയിൻ തന്നെ ഞങ്ങൾ നടത്തിയിരുന്നു. ഏറ്റവും നന്നായി പെർഫോം ചെയ്തത് തൃശ്ശൂർ ജില്ലാ കമ്മിറ്റിയാണ്. ആ പാർലമെൻറ്റ് മണ്ഡലം പ്രത്യേകിച്ചും നല്ല നിലയിലാണ് അവിടെ വോട്ടർമാരെ ചേർത്ത്. അങ്ങനെ എല്ലാം അവസാന നിമിഷം വരെ നടന്ന ഓരോ പ്രവർത്തനവും കുറ്റമറ്റ രീതിയിൽ അവിടെ നടന്നിട്ടുണ്ട്. പാർട്ടി മിഷണറിയും സുരേഷ് ഗോപിയുടെ വ്യക്തിപരമായിട്ടുള്ള ഇമേജും ഇത് രണ്ടും ചേർന്നപ്പോഴാണ് 75,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം അവിടെ കിട്ടുന്നത്. ഈ ആലത്തൂരിൽ നിന്നും ചാലക്കുടിയിൽ നിന്നും ഒക്കെ വോട്ടുകൾ ഇങ്ങോട്ടേക്ക് മാറ്റി ചേർത്തു എന്നൊക്കെ കേൾക്കുന്നുണ്ട്. തൃശ്ശൂരിൽ തന്നെയുള്ള വോട്ടുകൾ തന്നെയാണ്, ബാക്കിയൊക്കെ ഉള്ളത് കഥകളാണ്. പക്ഷേ അവിടെ നല്ല പരിശ്രമം നടന്നിട്ടുണ്ട് ആ നിലയിലെല്ലാം. ഈ സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരു നടനെ വേണ്ടി വന്നോ BJPക്ക് കേരളത്തിലൊരു അക്കൗണ്ട് തുറക്കാൻ എന്നുള്ളതൊരു പ്രശ്നമല്ലേ? അങ്ങനെയല്ല. അപ്പം ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ 1 മാസം മുമ്പ് വന്നിട്ട് ഒരു മാധ്യമവും രാജീവ് ചന്ദ്രശേഖർ വന്നപ്പം ഇത് പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ അദ്ദേഹം ഒരു വിന്നബിൾ കാൻഡിഡേറ്റ് ആണെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ രാജീവ് ചന്ദ്രശേഖർ 1 മാസം മുമ്പ് അവിടെ വന്നിട്ട് 1 മാസത്തെ പ്രവർത്തനം കൊണ്ടാണ് അദ്ദേഹം ഈ തിരുവനന്തപുരത്ത് ഇത്രയും പെർഫോമൻസ് നടത്തിയത്. രാജീവ് ചന്ദ്രശേഖർ ശരിക്കും ഒരു 3 മാസം മുമ്പ് എങ്കിലും അവിടെ പ്രവർത്തനം ആരംഭിച്ചിരുന്നെങ്കിൽ ഇതായിരിക്കുമായിരുന്നില്ല റിസൾട്ട്. ഇനി ഒന്നുകൂടി, ഇനി വി മുരളീധരൻ ഒരാളും അത് പ്രതീക്ഷിച്ചിട്ട് ഒരു മാധ്യമവും എഴുതിയിട്ടില്ല, ഒരു രാഷ്ട്രീയ പണ്ഡിറ്റുകളും പറഞ്ഞിട്ടില്ല. പക്ഷേ വി മുരളീധരൻ നേടിയിട്ടുള്ള വോട്ട് എന്ന് പറയുന്ന അത്ഭുതകരമായിട്ടുള്ള ഒരു മുന്നേറ്റമാണ്. അതായത് കണ്ണൂരുകാരനായ തലശ്ശേരിക്കാരനായ വി മുരളീധരൻ ആറ്റിങ്ങൽ എന്ന് പറയുന്ന അത്ര വലിയ പ്രാധാന്യമൊന്നുമില്ലാത്ത ഒരു സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നതിന് പുറകിൽ എന്താണ് അതിൻ്റെ ഒരു 16,000 വോട്ടിൻ്റെ ഡിഫറൻസ് ആണ്. നോക്കൂ, അല്ല അതിന് പുറകിൽ നിങ്ങൾ അത് തീരുമാനിക്കുന്നത് എങ്ങനെയായിരുന്നു? ഞാൻ പറയട്ടെ, 2014 വെറും 90,000 വോട്ടുണ്ടായിരുന്ന ഒരു മണ്ഡലമാണ്.
19 ശ്രീമതി ശോഭ സുരേന്ദ്രൻ മത്സരിച്ചു. അവിടെ ശബരിമലയുടെ തുടർന്നുണ്ടായ തിരഞ്ഞെടുപ്പായതുകൊണ്ട് 2,45,000 ആ വോട്ടെത്തി. അപ്പോഴാണ് ഞങ്ങൾക്കതിൻ്റെ ഒരു സ്കോപ്പ് മനസ്സിലാവുന്നത്. തീർച്ചയായിട്ടും അത് ആ മണ്ഡലത്തെ അടുത്ത തവണ വിജയിക്കാൻ കഴിയുന്ന ഒരു മണ്ഡലമായിട്ട് മാറുമെന്ന്. അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹം നടത്തിയ നല്ല ഇടപെടലുകളാണ് അതിൻ്റെ വിജയത്തിന് കാരണമായത്. ഈ 3 പേർ വിജയിക്കുമെന്ന് അങ്ങ് കണക്കൂട്ടി എന്നാണ് പറയുന്നത്? അല്ല, ഞാൻ അതിനപ്പുറത്തേക്കും നല്ല സാധ്യതകളുണ്ടായിരുന്നു എന്ന് വിചാരിച്ച ഒരാളാണ്. കാരണം പക്ഷേ എല്ലാ മണ്ഡലങ്ങളിലെയും സാമൂഹ്യ ഘടന, അവിടുത്തെ മറ്റ് ഘടകങ്ങൾ വർക്കൗട്ടാകുന്നു. ഇതൊക്കെ പലതരത്തിൽ നമ്മൾ കാണേണ്ട ഒരു കാര്യം, ഇവിടെ 20% വോട്ട് BJP കിട്ടി എന്നുള്ളതാണ്. ഈ 11 നിയമസഭാ മണ്ഡലത്തിൽ 1ാം സ്ഥാനത്ത് എത്തി എന്നുള്ളത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരു ഇൻഡിക്കേഷനായിട്ട് വർക്കൗട്ട് ചെയ്യാനുള്ള സാധ്യതയായി കാണുന്നുണ്ടോ ശരിക്കും? അത്തരത്തിലുള്ള ഒരു പ്രിപ്പറേഷൻ നടക്കും? അല്ലല്ലേ, ഞങ്ങളിപ്പോൾ ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും ഇപ്പോൾ 2021 ഞങ്ങൾക്ക് വിജയിക്കാൻ സാധിച്ചു. ധാരാളം ആരോപണങ്ങൾ കേൾക്കേണ്ടി വന്നു, പരിഹാസങ്ങൾ കേൾക്കേണ്ടി വന്നു. സുരേന്ദ്രനെയായിരുന്നു ആക്രമിച്ചത് ഏറ്റവും കൂടുതൽ. ഇപ്പോൾ വിജയം ഉണ്ടാകുമ്പോഴും പരാജയം ഉണ്ടാകുമ്പോഴും ഞാൻ അപ്പോഴും പറഞ്ഞ ഒരു കാര്യം ഉണ്ടായിരുന്നു, ഏതെങ്കിലും ഒരാളല്ലല്ലോ, എല്ലാവരും ചേർന്നിട്ടാണല്ലോ പ്രവർത്തിക്കുന്നത്. സംസ്ഥാനത്തെ 25,000 ബൂത്തുകളിലും സംസ്ഥാന പ്രസിഡന്റ് നേരിട്ട് നിർദ്ദേശങ്ങൾ കൊടുക്കുകയല്ല. അപ്പോൾ വിജയം ഉണ്ടാകുമ്പോഴും പരാജയം ഉണ്ടാകുമ്പോഴും ഒരു പാർട്ടി, ഞങ്ങളിപ്പോൾ CPM ഇപ്പോൾ പറയുന്നത് ഞങ്ങൾ പരിശോധിക്കുന്നതാണ്. പക്ഷെ മാധ്യമ ശ്രദ്ധയിൽ വന്നില്ലെങ്കിൽ 2021 തെരഞ്ഞെടുപ്പ് ഫലം ഞങ്ങളെ ഇരുത്തി ചിന്തിപ്പിച്ചു. ഞങ്ങൾ നന്നായി ഹോംവർക്ക് ചെയ്തു. എന്താണ് പരാജയത്തിന് കാരണം എന്ന് ശരിയായി ഞങ്ങൾ വിലയിരുത്തി. എന്തായിരുന്നു ശരിക്കും? അല്ല, പല കാരണങ്ങളുണ്ടായിരുന്നു. ഒന്നാമത്തത്, ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് ബൂത്ത് ലെവലിലുള്ള മാനേജ്മെൻറ്റിൻ്റെ വലിയൊരു പ്രശ്നമായിരുന്നു. അത് ഞങ്ങൾ ശരിയായി മനസ്സിലാക്കി ഞങ്ങൾ ബൂത്ത് തല പ്രവർത്തനങ്ങൾ കുറേ കൂടി മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള കഠിനമായിട്ടുള്ള പരിശ്രമങ്ങൾ നടന്നു. രണ്ടാമത്തെ കാര്യം, ഒരു ഔട്ട്റീച്ച്, ജനങ്ങളിടയിലേക്ക് നേരിട്ട് പോകുന്നതിന് പകരം ഈ വലിയ പ്രചാരണ കോലാഹലങ്ങളിൽ മാത്രം ഒതുങ്ങി നിന്നാൽ സംഭവിക്കുന്ന പോരായ്മകളുണ്ട്. ഈ 2 ഘടകങ്ങൾ മനസ്സിലാക്കി ഞങ്ങൾ ഔട്ട്റീച്ചിന് വേണ്ടിയുള്ള നല്ല ശ്രമങ്ങൾ നടന്നു. എനിക്ക് തോന്നുന്നു ഒരു 5-6 തവണ വോട്ടർമാരെ ഇതിനു മുമ്പ്, തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഗൃഹസമ്പർക്ക പരിപാടികൾ പലതായിട്ട് കണ്ട് ഞങ്ങൾ ജനങ്ങളുമായിട്ട് സംസാരിക്കാൻ തയ്യാറായി. സുരേഷ് ഗോപി ഈ പ്രാവശ്യം കേന്ദ്രമന്ത്രിയാവും എന്നുള്ള ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ്. കേരളത്തിന് ഗുണകരമായ ഒരു പ്രധാന വകുപ്പ് സാധ്യതയുണ്ടോ? അല്ല, അതിൽ ഞങ്ങളെല്ലാവരുടെയും ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത്, ഞങ്ങൾ തോറ്റപ്പോഴും ഞങ്ങൾ കേന്ദ്രമന്ത്രിമാരെ തന്നിട്ടുണ്ട്. മോദിജി ആയാലും അടൽജി ആയാലും, മോദിജി മാത്രമല്ല അടൽജി സർക്കാർ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്കിപ്പോൾ ജയിച്ച വന്ന സാഹചര്യത്തിൽ തീർച്ചയായിട്ടും നല്ലൊരു പ്രാതിനിധ്യം ലഭിക്കുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഒന്നിലേറെ ഉണ്ടാവും. അല്ല, അങ്ങനെയല്ല. കാരണം തോറ്റ സമയത്ത് നിങ്ങൾക്ക് 2 കേന്ദ്രമന്ത്രിയെ തന്നു. അപ്പോൾ ജയിച്ചാൽ സ്വാഭാവികമായിട്ടും 3 തരണ്ടേ? ഇന്നത്തെ പോലെ അല്ല. ഇന്നിപ്പോൾ ഒരുപാട് സഖ്യകക്ഷികൾ, മറ്റു ധാരാളം പരിമിതികളുണ്ട്. എനിക്ക് അറിഞ്ഞുകൂടാ, അതെല്ലാം പ്രധാനമന്ത്രിയുടെയും കേന്ദ്ര നേതൃത്വത്തിൻ്റെയും വിവേചനാധികാരത്തിൽപ്പെട്ടതാണ്. പക്ഷേ എന്തായാലും സുരേഷ് ഗോപി ജയിച്ചു, BJPക്ക് 20% വോട്ട് കിട്ടി എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അത് കേന്ദ്രം പരിഗണിക്കുമോ? അല്ല, മോദിജി തന്നെ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ അതെടുത്ത് പറഞ്ഞല്ലോ. ഇത്രയധികം കാലത്തെ ഒരു ആഗ്രഹമാണ്, സാഫല്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ആ പരിഗണന സുരേന്ദ്രന് കിട്ടുമെന്നുള്ളതാണ്? അല്ലല്ല, സുരേന്ദ്രൻ എന്ന് പറയുന്ന ഒരു വ്യക്തി അതിലൊരു പ്രധാനപ്പെട്ട ഘടകമേ അല്ല. ഞങ്ങളിപ്പോൾ ഇത് നിങ്ങൾ ചോദിക്കാൻ, BJP ഒരു പ്രസിഡൻഷ്യൽ പാർട്ടിയാണ്. നേരത്തെ വോട്ട് കുറഞ്ഞ സമയത്ത് താങ്കളായിരുന്നു അതിന്റെ പഴി കേട്ടത്. ഇത് നിങ്ങൾ ചോദിക്കാൻ കാരണം എനിക്ക് മനസ്സിലായി, ഞാൻ തോറ്റപ്പോൾ അതിൻ്റെ പഴിയല്ല എനിക്കായിരുന്നു എന്നുള്ളത് കൊണ്ടാണ്. ശരിയാണ്, അതെപ്പോഴും അങ്ങനെയാണ്. നമ്മൾ ഒരു പരാജയം ഉണ്ടാകുമ്പോൾ എല്ലാം ആക്രമണങ്ങളും മാധ്യമങ്ങളും സാമൂഹ്യ മാധ്യമങ്ങളൊക്കെ ആക്രമിക്കും. പക്ഷെ അതിൽ പകച്ചു പോവാതെ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഞങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോസിറ്റീവായിട്ട് ഞങ്ങൾ കാണുന്നത്. ഈ നമ്മൾ മറ്റ് രാഷ്ട്രീയ പാർട്ടികളെ കൂടി ഘട്ടത്തിൽ BJPയുടെ നേട്ടങ്ങൾ മാത്രം വിലയിരുത്തല്ല, കേരളത്തിലെ വോട്ടിങ്ങിൻ്റെ ഒരു രീതി വലിയ മാറ്റം ഉണ്ടായിരിക്കുന്നത്. അതിനെ എങ്ങനെയാണ് കാണുന്നത്? കാരണം CPIMൻ്റെ ശക്തി കേന്ദ്രങ്ങളിലെ വോട്ട് ചോർച്ച, ഇടതുമുന്നണിയുടെ സീറ്റുകളിൽ നിങ്ങൾക്ക് ലീഡ് ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു പൊളിറ്റിക്കൽ കെമിസ്ട്രി എന്താണ്? അല്ല, അതിൽ 2 പോയിൻ്റാണ്. അതിൽ ഞാൻ മനസ്സിലാക്കുന്നത്, ഞങ്ങൾ പ്രാഥമികമായി വിലയിരുത്തുന്ന ഒരു കാര്യം LDFൻ്റെ വലിയൊരു സ്ട്രാറ്റജിക്കൽ മിസ്റ്റേക്കാണ്. LDF ഒരു മുസ്ലിങ്ങളെ ആകെ ആശങ്കയിലാക്കുന്ന, അല്ലെങ്കിൽ മതന്യൂനപക്ഷങ്ങളെ ആകെ ആശങ്കയിലാക്കുന്ന ഒരു ക്യാമ്പയിൻ നടത്തി. സത്യത്തിൽ ഞാൻ പ്രതീക്ഷിച്ച് ലീഗ് അത് ചെയ്യുമെന്നുള്ളതായിരുന്നു. ഇപ്പോൾ CAA പ്രശ്നമൊക്കെ വന്നപ്പോഴേ, അല്ലെങ്കിൽ മോദിക്കെതിരായിട്ട് BJPക്കെതിരായിട്ടുള്ള ഒരു ആക്രമണം വന്നപ്പോൾ മുസ്ലിം ലീഗ് അങ്ങനെ ഒരു സ്ട്രാറ്റജി എടുക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ കേരളത്തിൽ ആ സ്ട്രാറ്റജി എടുത്തത് പിണറായി വിജയൻ, LDF ആണ്. അദ്ദേഹത്തിൻ്റെ എല്ലാ തെരഞ്ഞെടുപ്പ് യോഗങ്ങളിലും ഒറ്റ വിഷയത്തിനായിരുന്നു പ്രാധാന്യം. മുസ്ലിങ്ങൾ അരക്ഷിതാവസ്ഥയിൽ, അവരുടെ പൗരത്വം നിഷേധിക്കപ്പെടുന്നു, അവർ 2ാം കിട പൗരന്മാരായി കണക്കാക്കുന്നു, മുസ്ലിങ്ങളെ വേട്ടയാടുന്നു. ഇത് കേരളത്തിൽ ഏതാണ്ട് 30% വരുന്ന മുസ്ലിങ്ങൾക്കിടയിൽ നല്ല സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. പക്ഷെ അവർ നോക്കിയത്, ഈ ഒരു പശ്ചാത്തലത്തിൽ പിണറായി വിജയൻ്റെ പാർട്ടിക്ക് വോട്ട് ചെയ്തിട്ട് എന്താ കാര്യം? ഇപ്പോൾ ഇന്ത്യ മുന്നണിയുടെ പ്രബല കക്ഷി കോൺഗ്രസ് ആണല്ലോ, അതുകൊണ്ട് കോൺഗ്രസ്സിന് വോട്ട് ചെയ്യുക എന്നുള്ള ഒരു ലൈൻ ഈ വടകര സ്പെസിഫിക് ആയിട്ട് എടുക്കേണ്ടതുണ്ട്.
വടകരയിൽ ഷാഫി പോലും പ്രതീക്ഷിക്കാത്ത ഭൂരിപക്ഷമാണ് ഷാഫി എന്നോട് സംസാരിക്കുമ്പോൾ പറഞ്ഞത് ഒരു 80,000 ഒക്കെ കിട്ടിയേക്കും. പക്ഷേ ഞാൻ പറയാൻ പോകുന്നത് കംഫർട്ടബിൾ മെജോറിറ്റി എന്നുള്ളതാണ് മീഡിയയിൽ. പക്ഷേ വോട്ട് എണ്ണിയപ്പോൾ അല്ല, അത് ശരിയാണ്. പക്ഷേ അതൊരു അപായകരമായ സൂചനയാണ്. കാരണം അവിടെ നടന്ന ക്യാമ്പയിൻ ഉണ്ടല്ലോ, ഇന്ത്യയിൽ ഒരിടത്തും അങ്ങനെ 540 മണ്ഡലത്തിലും അങ്ങനെ നടന്നില്ല. ബാക്കിയൊക്കെ പ്രസംഗങ്ങളിലൊക്കെ നമ്മൾ ചിലപ്പോൾ പലരും വിമർശനങ്ങൾ പറയുമായിരിക്കും, അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ. പക്ഷെ അവിടെ സാമൂഹ്യ മാധ്യമങ്ങളിലും അതുപോലെ വീടുകളിലും പച്ചയായിട്ടുള്ള പോളറൈസേഷൻ ഉണ്ടാക്കുന്ന വർഗീയ പ്രചാരണമാണ് നടന്നത്. ആ വർഗീയ പ്രചാരണത്തിൻ്റെ ഗുണം ഇപ്പോൾ ഷാഫിക്ക് കിട്ടിയിട്ടുണ്ടാവും. അതായത് വടകര നൽകുന്ന ഒരു മെസ്സേജ് കേരളത്തിൽ വർഗീയ രാഷ്ട്രീയം അല്ലെങ്കിൽ കമ്മ്യൂണൽ പൊളിറ്റിക്സ് വിജയിക്കുന്നു എന്നുള്ളതാണോ? ആണല്ലോ, എന്താ സംശയമുള്ളത്? അതിൻ്റെ പ്രതിഫലനം എവിടെയെല്ലാം ഉണ്ടായി. ഈ വർഗീയ രാഷ്ട്രീയത്തെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. പക്ഷേ BJP ആണ് ഏറ്റവും കൂടുതൽ ഇത് സെല്ല് ചെയ്യുന്നതും ഇതിൻ്റെ ഗുണഭോക്താക്കളും എന്നുള്ളതാണ് പൊതുവിൽ ചർച്ച ചെയ്യുന്നത്. അത് വെറും ഞങ്ങൾ കേരളത്തിലെ ഏതെങ്കിലും ഒരു മണ്ഡലം, ഇപ്പോൾ സുരേഷ് ഗോപി ജയിച്ചു, ഞാനൊരു എക്സാമ്പിൾ പറയാം. സുരേഷ് ഗോപിയുടെ വിജയത്തിന് 1%, 1/2% പോലും കമ്മ്യൂണൽ കാർഡ് ഞങ്ങൾ കാണിച്ചിട്ടില്ല. ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത്, ശശി തരൂർ ജയിച്ചത് പച്ചയായ വർഗീയം കാണിച്ചിട്ടാണ്. ഞാൻ പറഞ്ഞുതരാം. ലാറ്റിൻ സമുദായത്തിനിടയിൽ സഭകളെ കൊണ്ടും ആരാധനാലയങ്ങളെ കൊണ്ടും പച്ചയായ വർഗീയത, അല്ലെങ്കിൽ രാജീവ് ചന്ദ്രശേഖർ ജയിക്കേണ്ടതാണ്. രാജീവ് ചന്ദ്രശേഖർ അവിടുത്തെ ജനങ്ങളുടെ പൊഴിയൂരിലെയും അവിടുത്തെ കടലോര മേഖലകളിലെയും കുടിലുകളിൽ ചെന്ന് അവരുടെ പ്രശ്നങ്ങൾ, അവിടെ കടലെടുത്തതിൻ്റെ പേരിലുണ്ടായിരുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് ശ്രമിച്ചത്. അവിടെ ഒരിടത്തും രാജീവ് ചന്ദ്രശേഖർ മതം പറഞ്ഞിട്ടില്ല. പക്ഷെ ശശി തരൂർ പച്ചയായ വർഗീയത പറഞ്ഞാണ് കോൺഗ്രസ് അവിടെ ജയിച്ചിരിക്കുന്നത്. പക്ഷെ കേരളത്തിൽ ഈ മതം പറയുന്നില്ലെങ്കിലും ദേശീയ അടിസ്ഥാനത്തിൽ നമ്മൾ കാണുന്നതല്ലേ അതൊക്കെ. പ്രധാനമന്ത്രിയുടെ പ്രസംഗങ്ങൾ ശ്രദ്ധിച്ചാൽ പ്രധാനമന്ത്രിയുടെ പ്രസംഗം എന്താണ്? പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തെ ഇവിടെ എങ്ങനെയാണ് വ്യാഖ്യാനിച്ചത്? ഇതൊക്കെ ഞാൻ പറഞ്ഞല്ലോ, ഇതിൻ്റെയൊക്കെ പിന്നിൽ പ്രവർത്തിക്കുന്ന ശക്തികളുണ്ട്. ആ ശക്തികൾ ചെറിയ ശക്തികളല്ല. പഴി മുഴുവൻ മോദിക്കും. ഈ പണിയെല്ലാം എടുക്കുന്നത് ശശി തരൂരും രാഹുൽ ഗാന്ധിയുമാണ് എന്നുള്ളതാണ് പ്രധാനം. പക്ഷെ പിന്നെ എങ്ങനെ 3ാം ടേമിലേക്ക് എത്തുമ്പോൾ, സാധാരണഗതിയിൽ 3ാം ടേമിലേക്ക് എത്തുമ്പോൾ കൂടുതൽ അദ്ദേഹം തന്നെ, പ്രധാനമന്ത്രി തന്നെ പറഞ്ഞത് കൂടുതൽ വിജയം നേടും, കൂടുതൽ കരുത്തോടുകൂടി NDA തുടർഭരണമായിരിക്കും എന്നാണ്. എന്താ പറ്റിയത് BJPക്ക്? നോക്കൂ, 33 വർഷത്തിന് ശേഷം ഇത് ആദ്യമായിട്ടാണ് ഒരു 3ാം തവണ ഒരാൾ പ്രധാനമന്ത്രിയാവുന്ന ചരിത്രം. ജനാധിപത്യം അങ്ങനെയാണെന്ന്. അപ്പോഴും മോദിയുടെ മുന്നണിക്ക് ഭൂരിപക്ഷം നഷ്ടപ്പെട്ടിട്ടില്ല. കുറച്ച് സീറ്റുകൾ പോയെന്നുള്ളത് ശരിയാണ്. അതിൻ്റെ കാരണം എന്താ? അതിൻ്റെ കാരണം നാച്ചുറലി 10 വർഷം കഴിയുമ്പോൾ 15ാമത്തെ വർഷത്തിലേക്ക് പോകുമ്പോൾ 2014 10 വയസ്സായ ഒരാൾ അന്ന് കാണുന്ന 2G സ്പെക്ട്രം ഇന്നില്ല, 3G സ്പെക്ട്രം ഇന്നില്ല, അന്ന് കാണുന്ന ആദർശ ഫ്ലാറ്റ് കുംഭകോണം ഇന്നില്ല, കൽക്കരി കുംഭകോണം ഇന്നില്ല, അന്ന് കാണുന്ന ഒരു അഴിമതിയെ പറ്റിയും അവന് ബോധ്യമില്ല പുതിയ വോട്ടർമാർ. ഈ കേരളത്തിലെ ന്യൂനപക്ഷ വോട്ടിൻ്റെ ഒരു ഷിഫ്റ്റിംഗ് ഇടതുമുന്നണിക്ക് തിരിച്ചടിയായതുപോലെ ദേശീയ തലത്തിൽ ന്യൂനപക്ഷ വോട്ടിൻ്റെ ഷിഫ്റ്റിംഗ് വളരെ കാര്യമായി പ്രകടമായി വന്നതാണോ മോഡിയുടെ തിരിച്ചടി? തീർച്ചയായിട്ടും, ഒരു സംശയമില്ല. കാരണം നല്ല രീതിയിൽ മുസ്ലിം പോളറൈസേഷൻ ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായിട്ടുണ്ടായിട്ടുണ്ട്. അത് ബംഗാളിൽ നമ്മൾ കണ്ടു, UP നമ്മൾ കണ്ടു, പല സംസ്ഥാനങ്ങളിലും നമ്മൾ കണ്ടു, മഹാരാഷ്ട്രയിലടക്കം നമ്മൾ കണ്ടു. ഈ സുരേഷ് ഗോപി ജയിച്ചു. സുരേഷ് ഗോപിയെ മാനേജ് ചെയ്യുക എന്നുള്ളത് ഒരു വലിയ പണിയായിരിക്കും എന്നുള്ളതാണ്. എന്താ സുരേന്ദ്രൻ്റെ അക്കാര്യത്തിലുള്ള? അല്ല, അങ്ങനെയല്ല. സുരേഷ് ഗോപിയെ മാനേജ് ചെയ്യുക എന്നുള്ളത് പാർട്ടിയുടെ ഒരു ജോലിയേ അല്ല. കാരണം സുരേഷ് ഗോപി അനുഭവ സമ്പത്തുള്ള ഒരാളാണ്. നല്ല ഒരു എന്താ പറയുക, കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ കഴിയുന്ന ഒരാളാണ്. പിന്നെ അതിൻ്റെ പേരിലൊരു പുതിയ അദ്ദേഹം ഒരു പക്ക രാഷ്ട്രീയക്കാരനായി മാറിയോ? അല്ല, അദ്ദേഹം ഒരു 100% രാഷ്ട്രീയക്കാരനല്ലല്ലോ. അദ്ദേഹം എപ്പോഴും പറയുന്നതാണ്, അദ്ദേഹം ഒരു 100% രാഷ്ട്രീയക്കാരനല്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ BJPയുടെ ദേശീയ എക്സിക്യൂട്ടീവ് അംഗമല്ലേ? അല്ല, അത് ശരിയല്ല. അത് അദ്ദേഹം ഇന്നും അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, ഞാൻ മന്ത്രി ആയാലും MP ആയാലും എൻ്റെ തൊഴിലിനോട് ഞാൻ അതിനെ ഉപേക്ഷിച്ച് സിനിമയെ ഞാൻ ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛനെയും അമ്മയെയും ഞാൻ തള്ളിപ്പറയുന്നതിന് തുല്യമാണെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. ആദ്യത്തെ താമര വിരിഞ്ഞത് നേമത്തായിരുന്നു, രാജഗോപാൽജിയോടിലായിരുന്നു. പക്ഷെ പിന്നീട് അത് കരിഞ്ഞു പോകുന്ന അവസ്ഥയുണ്ടായത് ആ താമര. ഈ തൃശ്ശൂരിൽ അത് ആവർത്തിക്കാതിരിക്കാൻ BJP എന്താ ചെയ്യാൻ പോകുന്നത്? അല്ലെന്ന്, ഇപ്പോൾ ഞങ്ങളൊരു കംഫർട്ടബിൾ വോട്ട് ഷെയറിലാണ്. 20% വോട്ട് ഷെയർ ഉണ്ട്. നമ്മൾ ഏത് സ്റ്റേറ്റ് നിങ്ങൾ പരിശോധിച്ചാലും, ഇപ്പോൾ ബംഗാൾ, പല സംസ്ഥാനങ്ങളും, കർണാടക,
നിങ്ങൾ ഏത് സ്റ്റേറ്റ് പരിശോധിച്ചാലും ഒരു പൊളിറ്റിക്കൽ അനാലിസിസ് നടത്തുന്ന ഏതൊരാൾക്കും അറിയാം, ഒരു 20% വോട്ടിലേക്ക് ഒരു പാർട്ടി എത്തിക്കഴിഞ്ഞാൽ, കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പൊസിഷനിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നീട് പഴയതുപോലെ ആയിരിക്കില്ല. 6% വോട്ടുണ്ടാകുമ്പോഴും 10% വോട്ടുണ്ടാകുമ്പോഴും ഒരു സീറ്റ് നിലനിർത്താൻ പാടുപെട്ടു എന്ന് പറയുന്നത് പോലെയല്ല. ഇനി ഞങ്ങൾ ലോക്കൽ ബോഡി ഇലക്ഷൻ വരുന്നു, അടുത്ത 26-ലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് വരുന്നു. അപ്പോൾ ഞങ്ങളിനി കാര്യമായിട്ടുള്ള തയ്യാറെടുപ്പുകൾ നടത്തുമല്ലോ. ഇപ്പോൾ വി മുരളീധരൻ്റെ രാജ്യസഭാ ടേം കഴിഞ്ഞു. കേരളത്തിൽ നിന്ന് 2 പേർക്ക് അവസരമുണ്ടായിരുന്നു. ഇനി അതിൻ്റെ കാര്യത്തിൽ ഇനി രാജ്യസഭയിലേക്കുള്ള ഒഴിവ് വരുന്നത് 1 വർഷം കഴിഞ്ഞിട്ടാണ്. അപ്പോൾ മാത്രമേ കേരളം പരിഗണിക്കപ്പെടാൻ സാധ്യതയുള്ളൂ. അപ്പം അല്ല, അതിന് വി മുരളീധരൻജി തന്നെ മറുപടി പറഞ്ഞിട്ടുണ്ട്. ഞാനിനി കൂടുതൽ സമയം സംഘടനയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അത് ബാക്കിയുള്ള കാര്യങ്ങളല്ല. ഇപ്പൊ വി മുരളീധരൻ കേരളത്തിലുള്ള പ്രാതിനിധ്യം എല്ലാവരുടെ കാര്യം, വി മുരളീധരനായാലും കെ സുരേന്ദ്രനായാലും മറ്റ് ശോഭാ സുരേന്ദ്രനായാലും അവിടെ എല്ലാം ഒരുപോലെയാണല്ലോ. എല്ലാവരുടെയും കാര്യം അവിടുന്ന് എന്ത് തീരുമാനിക്കുന്നു എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തി മാത്രമാണ്. ഇവിടെ എന്തെങ്കിലും ഒരു പ്രത്യേകമായിട്ട് ഇപ്പോൾ വി മുരളീധരൻ എന്ന് പറയുന്ന ആൾ എം പി ആവുന്ന അദ്ദേഹം പ്രതീക്ഷിച്ചില്ല. ഈ പാർട്ടിയിൽ ആരും അത് പ്രതീക്ഷിച്ചിട്ടല്ല അദ്ദേഹം വർക്ക് ചെയ്ത്. പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞിട്ടാണ് അദ്ദേഹം എം പി ആവുന്നത്. ഇവിടെ ഇരുന്ന് ആരെങ്കിലും തീരുമാനിക്കുന്നതല്ല. ഇനി കേരളത്തിൽ എപ്പോഴാണ് രാജ്യസഭാംഗത്വം കിട്ടുക, ആരാണ് ഇനി അതിലേക്ക് വരാൻ പോകുന്നത്, ഈ കാര്യങ്ങളെല്ലാം പാർട്ടി അതിൻ്റെ വഴിയെ നടന്നുകൊള്ളും. BJPയുടെ സംഘടനാ വിഷയങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ ഏറ്റവും കൂടുതൽ BJP ഡാമേജ് ചെയ്തത് ശോഭാ സുരേന്ദ്രൻ നടത്തിയൊരു വാർത്താ സമ്മേളനം പ്രകാശ് ജാവ്ദേക്കർ EP ജയരാജനെ CPIM നിന്നും BJPയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചു എന്നുള്ള ഒരു വിഷയമായിരുന്നു. ഇപ്പോഴും UDF അത് കത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ അതൊരു സൗഹൃദ സന്ദർശനം മാത്രമായിരുന്നു, ഒരു പൊളിറ്റിക്കൽ ടാക്ടിക്കിൻ്റെ ഭാഗമായിരുന്നു. അതല്ല അതിന് നമ്മളതിൻ്റെ ക്രോണോളജി നോക്കുമ്പോൾ ശോഭാ സുരേന്ദ്രൻ അല്ല ഇതാദ്യം ഇങ്ങനെ ഒരു വിവാദത്തിലേക്കും ഒരു ചർച്ചയിലേക്കും വരാൻ കാരണക്കാരി ശോഭാ സുരേന്ദ്രനല്ല. ഒരു വനിതാ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ഒരാൾക്കെതിരെ ഒരു പ്രത്യേക കേന്ദ്രത്തിൽ നിന്ന് ഒരാൾ വന്നിട്ട് ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതായത് നന്നായി പെർഫോം ചെയ്യാൻ കഴിയുന്ന ഒരു സ്ഥാനാർത്ഥി ഫീൽഡിൽ ശക്തമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു സുപ്രഭാതത്തിൽ വന്ന ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതിനിടയിൽ ഉണ്ടായിട്ടുള്ള വാദവിവാദങ്ങളിലാണ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം വരുന്നത്. എനിക്കതിൻ്റെ വസ്തുതകളിലേക്ക് പോകാനുള്ള വിവരങ്ങൾ എനിക്കില്ല. അല്ല, പ്രകാശ് ജാവ്ദേക്കർ പറഞ്ഞത് അതൊരു വളരെ ചെറിയൊരു അതൊരു കാഷ്വൽ ആയിട്ടുള്ള ഒരു സന്ദർശനമാണോ, അതിൽ എന്തെങ്കിലും ചർച്ച, ഞാനതുകൊണ്ടാണ് പറഞ്ഞത്. ഞാൻ അക്കാര്യത്തെക്കുറിച്ച് പൂർണ്ണമായിട്ടും അജ്ഞനാണ്. ആ ഒരു ചർച്ച യഥാർത്ഥത്തിൽ BJP ലീഡർഷിപ്പിലുള്ള ആൾക്കാരുടെ ഒരു വിശ്വാസ്യത തർക്കൽ, കാരണം ഒരാളെ സൗഹൃദമായി കണ്ടാൽ അത് നാളെ പരസ്യമായി പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഞാൻ പറയുന്നത് അതിനുള്ള സാഹചര്യം എങ്ങനെ ഉണ്ടായി എന്നുള്ളത്. അതായത് നമ്മളിപ്പോൾ ഒരു കാര്യം ശോഭാ സുരേന്ദ്രൻ രാവിലെ എഴുന്നേറ്റ് വന്ന് പ്രഖ്യാപിക്കുന്നതല്ല, ഇതിനുള്ള കാര്യങ്ങളിലേക്ക്. ഇതെല്ലാം നന്ദകുമാർ BJP പ്രവർത്തകനാണോ? അല്ല, എവിടെ നിന്നാണ് BJP പ്രവർത്തകൻ? പിന്നെ അദ്ദേഹത്തെ പോലെ ഒരാളെ എന്തിനാണ്? ഞാൻ അതാണ് പറയുന്നത്. ദല്ലാൽ നന്ദകുമാർ എന്തിനാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ തലേ ദിവസം വന്നിട്ട് ഇതെല്ലാം പറഞ്ഞത്? ഇപ്പോൾ അനിൽ ആൻ്റണി BJPയിൽ ചേർന്നിട്ട് 1.5 വർഷമായി. അനിൽ ആൻ്റണി പത്തനംതിട്ടയിൽ നന്നായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് 15 കൊല്ലം മുമ്പ് ഞാൻ അനിൽ ആൻ്റണിയെ ഏതോ ഹോട്ടൽ മുറിയിൽ വെച്ച് കണ്ടുവെന്നും 25,000 രൂപ കൊടുത്തു എന്ന് അദ്ദേഹം പറയുന്നത്. ആയിക്കോട്ടെ, എത്രയോ ആയിക്കോട്ടെ, അത് എന്താണ് അപ്പോൾ അതിൻ്റെ ഉദ്ദേശം? അപ്പോൾ ഇൻറ്റൻഷൻ എന്താണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. തെരഞ്ഞെടുപ്പ് കാലത്ത് ഉയർന്നു ഞാൻ ചോദിക്കുന്നത്, ഇത്രയും കാലം നമുക്ക് പല തെരഞ്ഞെടുപ്പുകളും നമ്മൾ കണ്ടിട്ട് തെരഞ്ഞെടുപ്പ് സമയത്ത് ഉയരുന്ന ഓഡിയോ ക്ലിപ്പുകളും വീഡിയോ ക്ലിപ്പുകളും അങ്ങനത്തെ ഒരാളെ പ്രകാശ് ജാവ്ദേക്കറിനെ പോലെ പരിണിതപ്രജ്ഞനായ ഒരാൾ കൊണ്ടുപോകുന്നു. നിങ്ങൾ ചോദിക്കുന്നതിൻ്റെ മറുവശമാണ് ഞാൻ ചോദിക്കുന്നത്. ഈ പറയുന്ന ഒരാൾ അത് ശരിയായ രീതിയിൽ നടന്നതാണെങ്കിൽ എന്തുകൊണ്ട് അദ്ദേഹം നേരത്തെ ഇത് പറഞ്ഞില്ല? എന്തുകൊണ്ടാണ് വോട്ടെടുപ്പിൻ്റെ ഒരു 2 ദിവസം മുമ്പ് ഇത് പ്രഖ്യാപിക്കുന്നത്? EP ജയരാജനെ ഡാമേജ് ചെയ്യുക, ഇത് ദുരുദ്ദേശപരമാണ് ഈ പ്രചാരണങ്ങളെല്ലാം. ഇപ്പം സംഘം ദേശീയ തലത്തിൽ ആഹ്വാനം ചെയ്ത് നടത്തിയതായിരുന്നു രാമക്ഷേത്ര നിർമ്മാണം, അതിനു മുമ്പുള്ള കർസേവ, ഇതെല്ലാം. ഏറ്റവും ഒടുവിൽ BJP അധികാരത്തിലിരിക്കുമ്പോൾ അയോധ്യയിൽ രാമക്ഷേത്ര ശിലാന്യാസം കഴിഞ്ഞു. അത് വലിയ രീതിയിലുള്ള തരംഗമാകും. സുരേന്ദ്രൻ തന്നെ പറഞ്ഞിട്ടുണ്ട് കേരളത്തിലും രാമതരംഗമാണെന്നൊക്കെ. പക്ഷേ ആ അയോധ്യയിൽ BJP പരാജയപ്പെടുന്ന സാഹചര്യമുണ്ട്. അപ്പം സ്ട്രാറ്റജിക്കൽ ഫെയിലിയർ സംഘത്തിൻ്റെ തീരുമാനങ്ങൾ നടപ്പിലാക്കുന്നതിൽ ഉണ്ടാകുന്നുണ്ടോ? അല്ലല്ല, ഇതൊന്നും സംഘമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസത്തിൻ്റെ പേരിൽ ഉണ്ടാകുന്ന കാര്യങ്ങളല്ല. പിന്നെ എങ്ങനെ അവിടെ തോറ്റു? ഉത്തർപ്രദേശിൽ പല മണ്ഡലങ്ങളിലും തോറ്റിട്ടുണ്ട്. ഞങ്ങൾ നേരത്തെ ജയിച്ച 10-30 മണ്ഡലങ്ങൾ, പല മണ്ഡലങ്ങൾ പോലെയല്ലല്ലോ രാമക്ഷേത്രം കിടക്കുന്ന സ്ഥലം. ഫൈസാബാദ് 2 തെരഞ്ഞെടുപ്പിന് മുമ്പ് ഞങ്ങൾ ജയിക്കാത്ത മണ്ഡലമാണെന്ന്. 14 മുതലാണ് ഞങ്ങൾ ജയിക്കാൻ തുടങ്ങിയത്. കഴിഞ്ഞ പ്രാവശ്യം പണ്ടൊരിക്കൽ വിനയ് കട്ടിയാർ ജയിച്ചിരുന്നു, ഏത് അയോധ്യ കാലത്ത്. അതിനുശേഷം പിന്നെ വീണ്ടും ഞങ്ങൾ ജയിക്കുന്നത് 2014-ലാണ്. 14-ലും 19-ലും ജയിച്ചു. 2 പ്രാവശ്യം ജയിച്ചു. 2 പ്രാവശ്യം അത് കയ്യിൽ നിന്ന് പോയി. അങ്ങനെ 2 പ്രാവശ്യം ജയിച്ച് എത്ര സീറ്റുകൾ പോയിട്ടുണ്ട്? ഇത് അയോധ്യ ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ ചോദ്യം ചോദിക്കാൻ തുടങ്ങിയത്.
ഞാൻ ചോദിക്കട്ടെ, അയോധ്യയിലെ ജനങ്ങൾക്കിടയിൽ പലതരത്തിലുള്ള യു.പിയിൽ തോൽക്കുന്നതിന് വേറെ പല കാരണങ്ങളും പറഞ്ഞു കേൾക്കുന്നുണ്ട്. എനിക്ക് അറിഞ്ഞുകൂടാ, അതെല്ലാം അവരെ അതാത് സംസ്ഥാന ഘടകവും കേന്ദ്ര ഘടകമൊക്കെയാണ് വേണ്ടത്. അവിടെ ഉത്തർപ്രദേശിൽ നടന്ന ഏറ്റവും വലിയ പ്രചരണം 400 പാർ 400 കിട്ടിക്കഴിഞ്ഞാൽ ഭരണഘടന മാറ്റും, സംവരണം ഉണ്ടാവില്ല. അങ്ങനെയൊക്കെയുള്ള വലിയ പ്രചാരണങ്ങൾ നമ്മുടെ നാട്ടിൽ ടൂൾ കിറ്റുകൾ വ്യാപകമായിട്ട് പ്രചരിച്ചു. അതൊക്കെ ബാധിച്ചിട്ടുണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ കേരളത്തിലെ ഇനി പ്രധാനപ്പെട്ട ഒരു കാര്യം BJPയുടെ ഒരു എക്സ്പാൻഷനാണ്. NDAയിൽ നിലവിൽ നാമമാത്രമായ ചില ഘടകകക്ഷികളാണുള്ളത്. UDF നിന്നും LDF നിന്നും ഏതെങ്കിലും ഘടകകക്ഷി BJPയിലേക്ക് വരാൻ പുതിയ സാഹചര്യത്തിൽ സാധ്യതയുണ്ടോ? അല്ല, NDA വിപുലപ്പെടുത്തേണ്ടതാണ്, എടുത്തണം എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിലൊന്ന്. 2 പോയിന്റിലാണ് ഞങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ഒന്ന്, ഞങ്ങളുടെ തന്നെ മാസ് ബേസ് വർദ്ധിപ്പിക്കുക എന്നുള്ളത്, അതിനാവശ്യമായിട്ടുള്ള ഔട്ട്റീച്ച് നടത്തുക എന്നുള്ളത്. മറ്റൊന്ന്, മറ്റു പാർട്ടികളെ, മറ്റു മുന്നണിയെ ശക്തിപ്പെടുത്തുക എന്നുള്ളത്. ഇപ്പം ഇത് രണ്ടും തൊട്ട് വരുന്ന സമയങ്ങളിൽ ഞങ്ങളുടെ ഒരു ചലഞ്ചാണ്. ഈ ഘടകകക്ഷികൾ കൂടുതൽ NDAയിലേക്ക് വരുമെന്ന് പറയുമ്പോൾ ഏറ്റവും ഒടുവിൽ കേൾക്കുന്നത് മുസ്ലിം ലീഗിനെ ലക്ഷ്യമിടുന്നു എന്നുള്ളതാണ്. മലപ്പുറത്തെ BJPയുടെ സ്ഥാനാർത്ഥി പറയുന്നു മുസ്ലിം ലീഗിന് NDAയിലേക്ക് വന്നാൽ കൂടുതൽ കംഫർട്ടബിൾ ആയിരിക്കുമെന്നൊക്കെ. ഈ ന്യൂനപക്ഷത്തിലെ മുസ്ലിം ന്യൂനപക്ഷമാണ് നിങ്ങൾക്ക് ഇപ്പോഴും ഒരു ബാലികേറാമല. ഇതിനുള്ള സാധ്യതയുണ്ടോ? അതെ, ജമ്മു കാശ്മീരിൽ PDP ചേർന്ന് ഞങ്ങൾ ഭരിച്ചിട്ടില്ലേ? PDP മെഹബൂബ മുഫ്തിയുടെ പാർട്ടി, മുഫ്തി മുഹമ്മദ് ഖാൻ്റെ പാർട്ടി ഞങ്ങളുമായിട്ട് സഹകരിച്ചിട്ടില്ലേ? ഇതൊന്നും രാഷ്ട്രീയത്തിൽ അസംഭാവ്യമായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. ലീഗിനെയും വേണമെങ്കിൽ അല്ല, ഞാൻ പറഞ്ഞല്ലോ, രാഷ്ട്രീയത്തിൽ ഒന്നും സംഭവിക്കാൻ പാടില്ലാത്തതായിട്ടുള്ള കാര്യങ്ങളൊന്നും. ഈ കേരള കോൺഗ്രസിൻ്റെ നിതീഷ് കുമാർ 3 മാസം മുമ്പ് ഞങ്ങളുടെ കൂടെയായിരുന്നു. ഇപ്പോൾ പുറത്തായി. കേരള കോൺഗ്രസിൻ്റെ കാര്യമാണെങ്കിൽ വലിയ ആന മണ്ടത്തരല്ലേ ജോസ് കെ മാണി ചെയ്തത്? ജോസ് കെ മാണി എന്തിനാണ് അവിടെ പോയത്? ജോസ് കെ മാണി അന്ന് ഞങ്ങളുടെ കൂടെ വന്നിരുന്നു എന്ന് വിചാരിക്കുക. കോട്ടയം MP ജോസ് കെ മാണിയാവുക, അല്ലെങ്കിൽ അവർ പറയുന്ന ആളാവുക. ജോസ് കെ മാണിയുടെ പ്രസക്തി ഇല്ലാതായിപ്പോയില്ല. ആരെങ്കിലും CPM കൂടെ പോവോ? CPM കൂടെ ആര് ചെന്നാലും അവരെ വിഴുങ്ങിക്കളയില്ലേ? ഒരു പ്രസക്തി ഇല്ലാതായിപ്പോയില്ലേ ജോസ് കെ മാണിക്ക്? ഇനി സാധ്യതയുണ്ടോ കേരള കോൺഗ്രസ് ഇങ്ങോട്ട് വരാനുള്ള സാധ്യത? ജോസ് കെ മാണിക്ക് ഇപ്പോഴും കുറച്ച് വോട്ട് ബേസ് ഉണ്ട്. അദ്ദേഹത്തിന് ആലോചിച്ചിട്ട് തീരുമാനിക്കാം. നിങ്ങൾ സ്വാഗതം ചെയ്യണം. അല്ല, ജോസ് കെ മാണിയുമായിട്ടും കേരള കോൺഗ്രസിലെ ഏത് ഗ്രൂപ്പുമായിട്ടും സഹകരിക്കുന്നതിൽ ഞങ്ങൾക്ക് ഒരു ആശയപരമായിട്ടുള്ള പ്രശ്നമില്ല. മറ്റു പാർട്ടിയിൽ നിന്നും നേതാക്കൾ BJPയിലേക്ക് വരുന്നതിന് ഇലക്ഷന് ശേഷം ഉണ്ടാകുമെന്ന് സുരേന്ദ്രൻ നേരത്തെ പറഞ്ഞതാണ്. അത് ഉണ്ടാവും. അതിപ്പം 2024 ഇപ്പോൾ ഈ സത്യപ്രതിജ്ഞ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് സർക്കാർ വന്നതിന് ശേഷം ധാരാളം ആൾക്കാർ ഇനിയും BJPയിലേക്ക് വരും. CPM ഒന്നുണ്ടാവുമോ? എല്ലാ പാർട്ടികളിൽ നിന്നുണ്ട്. CPM അണികൾ എത്ര കൂട്ടത്തോടെ ഒഴുകി ഇങ്ങോട്ട് വന്ന് നേതാക്കൾ വരാനുള്ള സാധ്യത. പിണറായി വിജയൻ്റെ ബൂത്തിലെ BJPക്ക് എത്ര വോട്ട് കൂടിയെന്ന് നിങ്ങൾക്ക് അറിയാലോ. പിണറായി വിജയൻ്റെ ബൂത്തിൽ. അതേസമയത്ത് ഞങ്ങളെ ആരുടെയും ബൂത്തിൽ CPM വോട്ട് കൂടിയിട്ടില്ല. അപ്പോൾ ഇതൊക്കെ അതിൻ്റെ ഒരു പ്രത്യേകതകളാണ്. ഏറ്റവും ഒടുവിൽ നമ്മൾ പത്മജ എത്തിയതായിരുന്നു ഒരു വലിയ വാർത്തയായത്. അന്നേ പറയുന്നുണ്ടായിരുന്നു മുരളീധരൻ എത്താൻ സാധ്യതയുണ്ടെന്ന്. മുരളീധരൻ ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വവുമായി വലിയ ഉടക്കിലാണ്. സാധ്യതയുണ്ടോ? ഞാൻ തെരഞ്ഞെടുപ്പിന് മുമ്പ് 2 കാര്യം പറഞ്ഞിരുന്നു. മുരളീധരൻ തൃശ്ശൂരിൽ 3ാം സ്ഥാനത്താവും. ഇനി ഒരു തെരഞ്ഞെടുപ്പിൽ മുരളീധരൻ ജയിക്കണമെങ്കിൽ BJPയോടൊപ്പം വരേണ്ടി വരും. ഇപ്പോഴും ഞാൻ അതിൽ ഉറച്ചു. വരാൻ സാധ്യതയുണ്ടോ? അല്ല, ഞാൻ പറയുന്നത് ഇനി ഒരു തെരഞ്ഞെടുപ്പിലെങ്കിലും മുരളീധരൻ ജയിക്കണമെങ്കിൽ BJPയോടൊപ്പം വന്നാലേ അദ്ദേഹം ജയിക്കുള്ളൂ. വയനാട്ടിൽ ഇനി ഉപതെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. എന്താ ചെയ്യാൻ പോകുന്നത്? വയനാട്ടിൽ അദ്ദേഹത്തിന് സീറ്റ് കൊടുക്കാനുള്ള ഒരു സാധ്യതയും ഞാൻ കാണുന്നില്ല. BJP എന്താ ചെയ്യാൻ പോകുന്നത് വയനാട്ടിൽ? അല്ല, BJP കാരണം സുരേന്ദ്രൻ അവിടെ വോട്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. സംസ്ഥാന പ്രസിഡന്റ് അവിടെ മത്സരിക്കേണ്ടി വന്നത് രാഹുൽ ഗാന്ധി മത്സരിച്ചുകൊണ്ട്. അതെല്ലാം പാർലമെന്റ് തെരഞ്ഞെടുപ്പിൻ്റെ കാര്യം അവിടെയാണ് തീരുമാനിക്കുന്നത്. ഇപ്പോൾ സംസ്ഥാന തെരഞ്ഞെടുപ്പിൻ്റെ കാര്യമാകുമ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ഒരു പ്രപ്പോസൽ വയ്ക്കും. ഈ അടുത്ത നിയമസഭ ലക്ഷ്യമാക്കിയുള്ള പണിയാണ് BJP നടത്തുന്നത്. തീർച്ചയായിട്ടും ലോക്കൽ ബോഡി ഇലക്ഷൻ, അതുവഴി നിയമസഭയിലേക്കുള്ള തയ്യാറെടുപ്പ്. ഇനി അങ്ങ് ഡൽഹിയിൽ സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക് പോവുകയാണ്. കേരളത്തിന് വേണ്ടി അങ്ങ് കേന്ദ്രത്തോട് എന്താണ് ആവശ്യപ്പെടാൻ പോകുന്നത്? ഒന്നും ആവശ്യപ്പെടാതെ തന്നെയാണ് കേന്ദ്രം എല്ലാ കാര്യങ്ങളും കേരളത്തിന് തന്നിട്ടുള്ളത്. ഞാൻ ആവശ്യപ്പെട്ടിട്ടല്ല V മുരളീധരനെ കേന്ദ്രമന്ത്രിയാക്കിയത്, അല്ലെങ്കിൽ ഇതിനു മുമ്പുള്ള ഏതെങ്കിലും പ്രസിഡന്റ് ആവശ്യപ്പെട്ടിട്ടല്ല O രാജഗോപാൽജിയെ മന്ത്രിയാക്കിയത്. ഇനിയിപ്പം ഇവിടുന്ന് ആരെങ്കിലും മന്ത്രിയാക്കുന്നത് കേരള ഘടകം ഒരു നിവേദനം കൊടുത്തതുകൊണ്ടല്ല. അതൊക്കെ മറ്റു പാർട്ടികളിലുള്ള രീതികളാണ്. അവിടെ ഈ കാര്യങ്ങളൊക്കെ ആലോചിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സംവിധാനമുണ്ട്. അവർ ഒന്നുമില്ലാത്ത കാലത്തും കേരളത്തെ കൈയച്ച് സഹായിച്ചിട്ടുണ്ട്. അപ്പം സീറ്റ് കിട്ടി, വോട്ട് ഷെയർ വർദ്ധിച്ചു, കേരളത്തിന് അർഹമായിട്ടുള്ള പരിഗണന എല്ലാ തലത്തിലും കിട്ടും. കെ സുരേന്ദ്രൻ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്തുനിന്ന് മാറുമെന്ന് പലതവണ വാർത്തകൾ കേട്ടതാണ്. വാർത്തകൾ കൊണ്ടൊന്നും ആരും മാറുന്നില്ല. ദേശീയ നേതൃത്വം തീരുമാനിച്ചാൽ ആ നിമിഷം മാറും. അല്ല, ഇനിയുള്ള സാധ്യത പ്രത്യേകിച്ച് ഇപ്പം പ്രസിഡന്റ് ഞാൻ പറഞ്ഞല്ലോ, പ്രവചിക്കാൻ കഴിയില്ലെന്ന് മാധ്യമ വാർത്തകൾ. അങ്ങയെ സംബന്ധിച്ചിടത്തോളം അങ്ങ് ഒരു മാറാനുള്ള മനസ്സിലാണോ ഉള്ളത്? ഞാൻ എന്ത് തീരുമാനം പറഞ്ഞാലും അപ്പോൾ അതിന് റെഡിയാണ്. അല്ല, ഈ വിജയം നേടിയതിന് ശേഷം ഉള്ള മനസ്സിൽ എന്ത് തീരുമാനമായാലും ഇനി ഒരു ബൂത്ത് പ്രസിഡന്റായിട്ട് സുരേന്ദ്രൻ വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഞാൻ വർക്ക് ചെയ്യും.